ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ വിളവെടുപ്പ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മുടെ ചെറിയൊരു കൃഷിത്തോട്ടം കാര്യങ്ങളൊക്കെ. കൃഷിത്തോട്ടം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കുറച്ച് പച്ചക്കറികൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നട്ടേക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പഴുക്കാൻ വെച്ച് കഴിഞ്ഞത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഈ സാധനം നമ്മൾ കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് റെഡ് ആയതൊക്കെ നമ്മൾ ഇതുപോലെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനത് തൊടുമ്പോൾ തന്നെ ഇത് വേഗം പറഞ്ഞു വരണം, അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെടികളൊക്കെ ഏകദേശം വാടി തുടങ്ങി. കാരണം ഇതിൻ്റെ വെയിറ്റ് കൂടുതലാണ് നമ്മുടെ തക്കാളിക്ക്. അപ്പോൾ തക്കാളി വെയിറ്റ് കൂടുതലായതുകൊണ്ട് കൊമ്പൊക്കെ ഇങ്ങനെ കുറച്ച് ചാഞ്ഞും ഒടിഞ്ഞൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കാം. ഇതിപ്പോൾ പച്ചത്തക്കാളി നമുക്ക് തോരൻ വെക്കാം കേട്ടോ. അതൊരു വീഡിയോയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പച്ചത്തക്കാളി തോരൻ വെച്ചിട്ട്. ഇതിപ്പോൾ നമുക്ക് ഇതിനധികം പുളിയില്ല, ഒട്ടും പുളിയില്ലാത്ത തക്കാളി. ഇതിപ്പോൾ വെറുതെ നമുക്ക് സാലഡിനോ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ, വെറുതെ നമുക്ക് കടിച്ച് തിന്നാം, അങ്ങനത്തെ ഒരു തക്കാളിയാണിത്. പിന്നെ അതെ കുറച്ച് മുളക്, വലിയ ഓണമുളക് എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടായിട്ടുണ്ട്. അത് അധികം ഉണ്ടായിട്ടില്ല, ഒരു 3-4 എണ്ണം. അപ്പോൾ അത് നമ്മളെടുത്തു. ഇനി നമ്മളിവിടെ കുറച്ച് ഉണ്ടമുളകുകൾ നട്ടിട്ടുണ്ട്. മറ്റേ പടമുള്ള റൗണ്ടിലിരിക്കുന്ന മുളകുണ്ടല്ലോ, അതും നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2-3 എണ്ണം. അങ്ങനെ ഒരു ചെറിയ കൊച്ചു സാധനങ്ങളുള്ളൂ. പിന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇത് പറിക്കുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ അത്യാവശ്യം തീർന്നു തുടങ്ങി. ഒത്തിരി പാഷൻ ഫ്രൂട്ട് നമുക്ക് ഇത്തവണ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഇപ്പോൾ 2-3 എണ്ണം കൊണ്ട് ബാക്കിയുണ്ട് അതിന്. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കാണ്. പിന്നെ നമ്മളിത് ഇവിടെ കുറച്ച് കൂർക്ക നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പറിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാം കേട്ടോ. ഇതായിട്ടില്ല, നമുക്കത് കുറച്ചും കൂടെ സമയം എടുക്കും അത് സെറ്റ് ആവാനായിട്ട്. നമ്മുടെ ഉള്ള സ്ഥലത്ത് നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇനി നടാനുണ്ട്, കുറച്ച് നട്ടിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ വീണ്ടും കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട്, അത് പറിച്ചു. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്തതായതുകൊണ്ടാണ് അത് പഴുക്കാത്ത പറിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പുളിയായിരിക്കും ഇതിന്. ഇനി ഇത് വന്ന നിലയ്ക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തണ്ട് നമ്മൾ പറിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ചീരയിലേക്ക് പോകാം. നമുക്ക് ഇവിടെ ഞങ്ങൾ പല ടൈപ്പ് ചീര നട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. ഇതിപ്പോൾ വേലിച്ചീര എന്ന് പറയും ഈ ചീരയ്ക്ക്. ഇതിങ്ങനെ വേലികളുമൊക്കെ വളരുന്നൊരു ചീരയാണ്. ഇത് ശരിക്കും പറയുന്നത് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് മാത്രമല്ല നല്ല ഗുണമുള്ള ചീരയാണ്. ഇതിൻ്റെ ഇല നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് മുട്ടയിലോ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ മുട്ട പൊരിച്ചിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് കൊടുക്കാം. അങ്ങനെ അല്ലാതെ ഇത് പയറിൻ്റെ കൂടെയൊക്കെ ചേർത്ത് നമുക്ക് തോരൻ വയ്ക്കാം. നല്ല ചീരയാണിത്. അപ്പോൾ വേലിച്ചീര എന്നാണ് നമ്മളിവിടെ പറയണത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂപ്പിയുടെ കൂടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ചീര നിൽക്കുന്നത്. കാരണം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അവൻ പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു വാഴക്കൊല. അപ്പോൾ ഇതും പറിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൂ. കുറച്ച് തക്കാളി ഉണ്ട്, നമ്മൾ കുറച്ച് ചീര പറിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ വീഡിയോ ഒന്നും അല്ല, ഒരു ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.